വലിയ അനുഭവ സമ്പത്ത് നേടിത്തരികയും ചെയ്യും. This is so different from just taking this is today's passage. You read the passage. Oh, okay, very nice, and then you close the Bible, and then it has no impact on your life after that. നമ്മളൊരു വേദഭാഗം എടുത്തിട്ട് ഇത് വായിച്ചിട്ട് ഇതാണ് ഇന്നത്തെ വേദഭാഗം എന്ന് പറഞ്ഞ് വേദപുസ്തകം അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിന് ജീവിതത്തിൽ വലിയ സ്വാധീനമൊന്നും ഉണ്ടാകത്തില്ല. So no matter what type of scriptural engagement practice that we are doing, how we approach the Bible will determine the impact of our time with God. നമ്മൾ ഏത് വേദഭാഗം എടുത്ത് അതുമായിട്ട് ധ്യാനിക്കുന്നു, അധ്വാനിക്കുന്നു, ഇടപഴകുന്നു, ഇടപഴകിയാലും ശരി. Yeah, so like scripture engagement, if you're doing meditation or you're doing Bible study or you're doing journaling, for all that, our approach, our preparation is very important. നമ്മൾ ഏത് തരത്തില് വേദപുസ്തകത്തെ സമീപിച്ചാലും നമ്മളുടെ രീതി അവലംബിച്ചത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്താലും നമ്മൾ ഈ വേദപുസ്തകത്തോടുള്ള നമ്മുടെ സമീപനം, ദൈവവചനത്തോടുള്ള ആ സമീപനം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. Yeah, and the other thing to understand, every time you engage with the Bible, it may not feel like a miraculous experience like the burning bush. മറ്റൊരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ഓരോ പ്രാവശ്യവും നാം ദൈവവചനവുമായിട്ട് സമയം ചെലവഴിക്കുമ്പോൾ അത് മോശയ്ക്കുണ്ടായ അനുഭവം പോലെ കത്തിജ്വലിക്കുന്ന മുൾപടർപ്പിൻ്റെതായ അനുഭവം ആയിരിക്കത്തില്ല. Sometimes it will be like when the disciples were walking with Jesus, it would be like small lessons on the way. അത് ചില അവസരങ്ങളിൽ ശിഷ്യന്മാർ യേശുവുമായിട്ട് വഴി നടന്നു പോയപ്പോഴുള്ള ചെറിയ ചെറിയ പാഠങ്ങളായിരിക്കാം. But all the while they are in reverence of Jesus. Jesus is walking with them, these are friends, but they are respectful and reverentially waiting to listen to him. എന്നാൽ എല്ലാ സമയത്തും യേശു അവരോട് കൂടി നടക്കുമ്പോഴും യേശുവിനോടുള്ള ആ ആദരവ് അവർ പ്രകടിപ്പിച്ച ആദരവോടുകൂടിയാണ് യേശുവിനെ കേട്ടത്. So coming to the essentials of preparation, how do we prepare ourselves? ഈ ഒരുക്കത്തിന്റെ ആ സത്തയിലേക്ക് കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നാം ഒരുങ്ങുന്നത്? So first thing is we have to choose a good time. ഒന്നാമതായിട്ട് നമുക്ക് നല്ല ഒരു സമയം തിരഞ്ഞെടുക്കണം. We need to have a designated time for God. നമ്മൾ ദൈവത്തിനു വേണ്ടി നീക്കി വെച്ചിരിക്കുന്ന ഒരു സമയം നമുക്കുണ്ടാകണം. In Isaiah 55 verse 6 it says, "Seek the Lord while he may be found, call upon him while he is near." യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായത്തിൽ കണ്ടെത്താവുന്ന കാലത്ത് ദൈവത്തെ അന്വേഷിക്കുക. It's talking about you have a window of opportunity where you can be close to God, away from distractions. In that time period, you need to come towards God. ആ നീക്കി വെച്ചിരിക്കുന്ന ദൈവത്തിനായിട്ട് നാം പ്രത്യേകമായി നീക്കി വെച്ചിരിക്കുന്ന ആ സമയത്ത് അത് നമ്മുടെ ഒരു ജനാലയാണ്. ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാനുള്ള, ദൈവ സാന്നിധ്യം അനുഭവിക്കാനുള്ള ഒരു സമയമാണത്. Otherwise some people may say, I speak to God all the time. I don't need any separate time. I'm always talking to God. അല്ലെങ്കിൽ ചില വ്യക്തികൾ ഇങ്ങനെ പറയുന്ന പോലെ ഇരിക്കും, എനിക്ക് പ്രത്യേക സമയമൊന്നും ആവശ്യമില്ല, ഞാൻ എപ്പോഴും ദൈവത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. So how much time do we need to spend in meditation and Bible study? അതിന് എത്ര സമയം നാം ധ്യാനത്തിനും ദൈവവചന പഠനത്തിനും വായനയ്ക്കുമായിട്ട് ചെലവഴിക്കണം? You say the Bible does not give any like specific hours, by this much hours you have to spend on meditation, this much on Bible study. വേദപുസ്തകം അതിന് ഇത്ര മണിക്കൂർ ധ്യാനത്തിനായിട്ട്, വായനയ്ക്കായിട്ട്, പഠനത്തിനായിട്ട് എന്ന് പറഞ്ഞ് സൂചിപ്പിക്കുന്നില്ല. It does say meditate day and night. അത് വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, രാവും പകലും ധ്യാനിക്കുക എന്ന്. It does say pray without ceasing. നിരന്തരമായി ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ പറയുന്നുണ്ട്. Pray with all kinds of prayers. എല്ലാവിധ പ്രാർത്ഥനയാലും പ്രാർത്ഥിക്കുവാൻ പറഞ്ഞിട്ടുണ്ട്. There's a saying, that someone says, time is money. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്, സമയം പണമാണ് എന്ന്.
Means if you waste my time, you're wasting my money. Yeah. നിങ്ങളെ എൻ്റെ സമയം പാഴാക്കി കളയുകയാണെങ്കിൽ എൻ്റെ പണം പാഴാക്കി കളയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. So in the Old Testament it takes, your wealth, 1/10 belongs to 1/10 belongs to God. പഴയ നിയമത്തില് ദശാംശം 10 ദൈവത്തിൻ്റെതായിരുന്നു. You take your time, 1/10 of your time is 2.4 hours. നിങ്ങളുടെ സമയത്തിന്റെ 10 2 മണിക്കൂറും 40 മിനിറ്റ്. Yeah, 4 മിനിറ്റ്. yeah, 2.4. Almost 2.5 hours. 2.5 hours. 2 മണിക്കൂർ 40 മിനിറ്റ്. I mean, that might be difficult for some people. അത് ചില വ്യക്തികൾക്ക് പ്രയാസമായിരിക്കാം. So I mean, so you can, in presence of the Lord, you can say, like, what is, how much you want to dedicate to the Lord. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ അത് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാൻ പറ്റുന്ന കാര്യമാണ് എത്ര സമയം ദൈവത്തിന് വേണ്ടി സമർപ്പിക്കുവാൻ കഴിയുമെന്ന്. But how about having 1 hour in the morning, 1 hour in the evening, or 45 minutes in the morning, 45 minutes in the evening? എങ്ങനെയുണ്ട് ഇതേക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. 45 മിനിറ്റ് രാവിലെയും 45 മിനിറ്റ് വൈകുന്നേരവും ദൈവത്തിന് വേണ്ടി. And maybe on the weekends you could use some more time. ആഴ്ചവട്ടത്തിന്റെ അവസാനം കൂടുതൽ സമയം ചിലപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയും. But you need to plan that out. അത് നിങ്ങൾ പ്രത്യേകമായിട്ട് അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തയ്യാറാക്കണം. And as I was saying, there's Bible study is one thing, meditation is the other thing, and you need time for both. ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ വേദപുസ്തക പഠനവും ധ്യാനവും രണ്ടും രണ്ടാണ്. And always what we hear when we talk to students, talk to people who are working, students say, I have no time. After they start working, they say, now we have no time at all. After they get family, they say, definitely no time. പലപ്പോഴും ആളുകൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും പഠിക്കുന്നവര് ഞങ്ങൾക്ക് സമയമൊന്നുമില്ല. അത് കഴിഞ്ഞ് അവർ ജോലിയിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ അവർക്ക് അത്ര ഒട്ടും സമയമില്ല. പിന്നെ ഒരു കുടുംബം കൂടെ ആകുമ്പോൾ അല്പം പോലും സമയമില്ലാത്ത അവസ്ഥയാവും. There's a saying, no, failing to plan is planning to fail. ഇങ്ങനെ ഒരു ചൊല്ലുണ്ട്. പദ്ധതികൾ തയ്യാറാക്കാതിരിക്കുന്നത് പരാജയത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്. If you say that, okay, I'll see tomorrow, like you have not planned anything, then everything else will take up your time. നാളത്തേക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ടുള്ള ആ പദ്ധതികൾ തയ്യാറാക്കുന്നില്ലെങ്കിൽ നാളത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സമയം മുഴുവൻ എടുക്കും. See, if you have not planned your time, somebody else will plan your time for you. നിങ്ങളുടെ സമയത്തെ കൈകാര്യം ചെയ്യേണ്ട പദ്ധതികൾ നിങ്ങൾ ഒരുക്കുന്നില്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ സമയത്തെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കും. Tomorrow your friend will come and say, Ada, what are you doing? You say, I'm not doing anything. Then come, we'll do this. ഒരു സ്നേഹിതൻ എന്ന് പറയാം, നീ എന്ത് ചെയ്യുക? ഞാനൊന്നും ചെയ്യുന്നില്ല, അന്ന് ഈ കാര്യം ചെയ്യാം എന്ന് പറയും. Then the other time, if you have planned your time with God and that person says, come, what are you doing? He says, no, I have an important meeting with someone. അതേസമയം നമ്മളുടെ സമയം മുഴുവൻ നമ്മൾ അതേക്കുറിച്ച് വ്യക്തമായിട്ട് പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ട്. ആരെങ്കിലും വന്ന് പറഞ്ഞു കഴിയുമ്പം അവരോട് പറയാൻ പറ്റത്തില്ല, എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സമയം ഒരു വ്യക്തിയായിട്ട് ചെലവഴിക്കാനുണ്ട്. So Jesus, when he was here, he was that meeting with the Father. That was important meeting time. Everybody is looking for Jesus. Where's Jesus? Where's Jesus? Jesus is having his important meeting with the Father. യേശു ഈ ലോകത്തിലായിരുന്നപ്പോൾ യേശുവിൻ തന്റെ പിതാവുമായിട്ട് ചെലവഴിക്കേണ്ട പ്രധാനപ്പെട്ട സമയമുണ്ടായിരുന്നു. എല്ലാവരും യേശുവിനെ അന്വേഷിച്ച് വരുന്നു. പക്ഷെ യേശു അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ പിതാവുമായിട്ട് സമയം ചെലവഴിക്കുന്നു. So we need to set aside specific amount of time in your weekly calendar to engage with the Bible. അതിനാൽ നമ്മൾ പ്രത്യേക സമയങ്ങൾ വേർതിരിക്കേണ്ടിയിരിക്കുന്നു. നാം വേദപുസ്തകവുമായിട്ട് ചെലവഴിക്കേണ്ട ആഴ്ചയിൽ മുഴുവൻ ചെലവഴിക്കേണ്ട സമയത്തെ കുറിച്ച്. Just as in any relationship, we spend time with that person to know him, and we are spending time with the word of God to know the God that we love and the one God who loves us. ഏതൊരു വ്യക്തിയുമായി
വളരുവാൻ വേണ്ടി ആ വ്യക്തിയുമായിട്ട് സമയം നാം ചെലവഴിക്കുന്നു. അതുപോലെ തന്നെ വചനത്തിലുള്ള ദൈവവുമായിട്ട് ബന്ധങ്ങൾ വളരുവാൻ നാം സമയം അവിടെ ചെലവഴിക്കണം. And as I was saying earlier, no, this is probably the biggest downfall for more people than anything else in this whole process, that not looking at it as a relational thing, the word of ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് പോലെ തന്നെ ഈ ഒരു കാര്യമാണ് എല്ലാ വ്യക്തികളുടെയും തന്നെ വീഴ്ചയ്ക്ക് കാരണം. ദൈവമായിട്ടുള്ള ആ ബന്ധത്തില് തിരുവെഴുത്തുകളുമായിട്ട് സമയം ചെലവഴിക്കാത്തത്. And I was setting up a meeting with God. It's not that, oh, I need to do this, but it's like, wow, I get to have time with God. It's like a privilege. You have got access. So it's like it should excite you that, wow, I get to meet with God. Should make us joyful. ദൈവമായിട്ട് സമയം ചെലവഴിക്കാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ആ സമയത്തെ കുറിച്ച് അത് ഇങ്ങനെ ഒരു മനോഭാവമോ ചിന്താഗതി എനിക്ക് അത് ആ സമയം അവിടെ പോയിരിക്കണമല്ലോ, ചില സമയം ചെലവഴിക്കണമോ, അങ്ങനെയല്ല. മറിച്ച് ആ സമയത്തെക്കുറിച്ച് നമുക്കൊരു ആവേശവും ഉത്സാഹവും എല്ലാം ഉണ്ട്. അതാണ് നമ്മളെ രൂപാന്തരപ്പെടുത്താം. So what are you willing to joyfully give up so that you can spend quality time with God? ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് സന്തോഷപൂർവം വിട്ടുകളയുവാൻ കഴിയുന്നത്? അതുവഴി ദൈവവുമായിട്ട് പ്രയോജനകരമായി സമയം ചെലവഴിക്കാൻ. I remember there was a time when we used to have television at home. ഞാൻ ഈ ഒരു കാര്യം ഓർക്കുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടില് TV ഉണ്ടായിരുന്ന സമയം. And then sometimes unknowingly we'll keep watching the TV, and then it becomes late, and then we'll go to sleep, and then we'll get up late. ചില സമയത്ത് നമ്മൾ തന്നെ അറിയാതെ ഞങ്ങള് ഈ ടെലിവിഷനിൽ ഇരുന്ന് വൈകി ഇരുന്ന് കണ്ട് പിന്നെ കിടന്നുറങ്ങാൻ പോയി വൈകി എഴുന്നേക്കും. Sometimes it will be the breaking news, and then you will want to see breaking news on all the channels, different reporters in different view. Sometimes same view 100 times they'll show again and again and again. ചില സമയത്ത് ഈ വാർത്തയായിരിക്കും ഇപ്പോഴ് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്നും പറഞ്ഞ് ഓരോ ചാനലിലും കൊടുക്കുന്ന, നമ്മൾ ചാനൽ മാറ്റി മാറ്റി വെച്ച് ആ വാർത്തകൾ കാണും. പക്ഷെ എല്ലാ വാർത്തകളും ഇങ്ങനെ ഇവരെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും. And so when we realized how much time this is taking, then when we prayerfully took the decision and gave off the TV. ഈ ഒരു ടെലിവിഷൻ എത്രമാത്രം സമയമാണ് ഞങ്ങളുടെ കളയുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ പ്രാർത്ഥനാപൂർവം ഞങ്ങള് ടെലിവിഷൻ അങ്ങ് ഉപേക്ഷിച്ചു. So this is probably around 15 years back, 15 years ago. അത് ഏകദേശം 15 വർഷത്തിന് മുൻപാണ്. But in that 15 years now we have other things in its place. ആ 15 വർഷത്തിനിടയിൽ ഞങ്ങൾക്ക് വേറെ കാര്യങ്ങൾ ഈ ടെലിവിഷന് പകരം കടന്നു വന്നിട്ടുണ്ട്. And how much are we willing to cut down on that? നമ്മള് എന്തുമാത്രം ഈ സമയത്തെ മുറിച്ചു കളയാൻ തയ്യാറാണ്? Can we audit our time? How much 24 hours time? Just write down and see how much time I'm spending for all things. നമ്മുടെ 24 മണിക്കൂറിനെ ഒരു കണക്കെടുത്തിട്ട് എത്രമാത്രം സമയമാണ് ഞാൻ ഓരോ കാര്യത്തിനായിട്ട് ചെലവഴിക്കുന്നതെന്ന് ഒന്ന് കണക്ക് കൂട്ടാൻ പറ്റുമോ? And can you find out slots where you can say, I will cut these things out, and so I can make space for the word, the space for time with God. ഈ 24 മണിക്കൂറിന്റെ ആ ഒരു ചാർട്ട് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞ് ഇതിന് ഇടയ്ക്കുള്ള ചില ഭാഗങ്ങൾ നമുക്ക് വിച്ഛേദിച്ച് കളഞ്ഞ് ഈ സമയം ഞാൻ ദൈവത്തിന് വേണ്ടി ചെലവഴിക്കും എന്ന് പറയുവാൻ പറ്റുമോ? So we need to choose a good time. അതിനാൽ നമുക്കൊരു നല്ല സമയം തിരഞ്ഞെടുക്കേണ്ടിയിരിക്കുന്നു. So we need to choose a time, when we are energetic, we are at the what you say, most alert time. അതിനാൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ഊർജമുള്ള, നമ്മൾ ഉത്സാഹഭരിതരായിട്ടിരിക്കുന്ന, ആവേശഭരിതരായിരിക്കുന്ന ആ ഒരു സമയം നാം തിരഞ്ഞെടുക്കണം. Not when you're about to collapse and then you pick up the Bible, no? അത് നമ്മളിങ്ങനെ
ഉറക്കം തൂങ്ങിയിരുന്ന് വീഴാൻ പോകുമ്പോഴല്ല, ഉറങ്ങാൻ പോകുമ്പോൾ അല്ല ഈ വേദപുസ്തകം എടുക്കുന്നത്. And then you read one verse and then you like, എന്നിട്ട് അവിടെ ഒരു വചനം എടുത്ത് വായിച്ച് അത് ഇരുന്നതിന് മുമ്പ് ഉറങ്ങിപ്പോകും നല്ല സമാധിയില്. at least for comfort, no? The last thing I did before sleeping was, reading Bible. അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഖകരമായ ഒരു അവസ്ഥയ്ക്ക് വേണ്ടിയാല് ഉറങ്ങാൻ പോകാൻ വേണ്ടി ബൈബിൾ വായിക്കുന്നു. Yeah. So you get, last thing I did, I read the Bible before sleeping. ഏറ്റവും അവസാനമായിട്ട് ഞാൻ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ബൈബിൾ വായിച്ചു. What you read and all the next day, you have no idea. നമ്മൾ വായിച്ചത് എന്താണെന്നൊന്നും അടുത്ത ദിവസം ഉണർന്നെഴുന്നേക്കുമ്പോൾ യാതൊരുവിധ ഓർമ്മയില്ലാത്ത അവസ്ഥ. Sometimes when we sit for family prayer, we asking, where did we stop? Where were we this thing? Someday you read the same passage. Hey, did we read this yesterday? കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമ്മൾ വേദപുസ്തകം വായിക്കാൻ എടുക്കുമ്പോൾ ഇത് നമ്മൾ ഇന്നലെ വായിച്ചായിരുന്നു, അതോ എവിടെയാണ് നമ്മൾ ഇന്നലെ വായിച്ച് നിർത്തിയത് എന്ന് നമ്മൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകും. It all shows how much we were engaged in reading that scripture. അത് കാണിക്കുന്നത് എന്താണ്? നാം എന്തുമാത്രം ശ്രദ്ധയോടുകൂടിയാണ് വേദപുസ്തകം വായിച്ചത്, ആ സമയം ചെലവഴിച്ചത് എന്നുള്ളതാണ്. But God calls us, give off first fruits, best fruit, not the leftover. ദൈവം പക്ഷെ നമ്മെ വിളിക്കുന്നത് നമ്മളുടെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള, ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും നല്ല ഫലം കൊടുക്കാനാണ്. We see Jesus, he used to go early morning, even late. Also, he used to go and he'll be spending time with the Father. യേശു അതിരാവിലെ എഴുന്നേറ്റ് പിതാവുമായിട്ട് സമയം ചെലവഴിക്കാൻ പോയി, രാത്രി വൈകി പിതാവുമായിട്ട് സമയം ചെലവഴിച്ചു. In those days, we don't have this electricity and 24-hour electricity supply in those days. By sunset, after sunset, everything becomes dark. It's already late. ആ കാലങ്ങളിൽ നമുക്ക് ഇന്നുള്ളത് പോലെ വൈദ്യുതി ഒന്നും ഇല്ലായിരുന്നു. അതിനാല് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ സമയം വൈകി. And but it was at a time when he was fully alert. ആ സമയത്ത് യേശു വളരെ ഉണർന്നിരിക്കുന്ന സമയമായിരുന്നു. So similarly for us, there are some who are morning people, there are some who are late people. അതുപോലെ തന്നെ നമുക്ക് ചിലര് അതിരാവിലെ എഴുന്നേൽക്കുന്നവരാണ്, ചിലര് വൈകി ഉള്ളവരാണ്. I remember when we got married, I was a morning person. I am like a night person. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ഐവി അതിരാവിലെ എഴുന്നേക്കും, ഞാനാണ് വൈകി കിടക്കുന്നത്. So initially, there was a little, okay, here we used to joke and say, now we sleep early and get up late. Or both. ഞങ്ങള് ആ സമയത്തെ കുറിച്ച് വളരെ സരസമായിട്ട് പറയായിരുന്നു. ഇപ്പോൾ ഞങ്ങള് വൈകി അതിരാവിലെ എഴുന്നേക്കുകയും വൈകി കിടക്കാൻ പോവുകയും ചെയ്യും. So over a period of time, I've started, Ivy gets up very early to read, so I've changed to that mode and I found it really a very useful thing. സാവധാന ക്രമേണ ഞാൻ എൻ്റെ സമയത്തെ ക്രമീകരിച്ച് ഞാനും ഐവി എഴുന്നേക്കുന്നത് പോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുവാൻ തുടങ്ങി. ആ സമയം ഏറ്റവും പ്രയോജനമുള്ള ഒരു സമയമായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. When I was a student, 5 o'clock in the morning is what we call an ungodly hour. ഞാൻ ഒരു വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് 5 മണി എന്ന് പറയുന്നത് ഒട്ടും ദൈവികമല്ലാത്ത ഒരു സമയം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. English saying, no? Yeah. He woke me up at an ungodly hour. But now it's a very godly hour. അതൊരു ഇംഗ്ലീഷിലുള്ള ചൊല്ലാണ്. നിങ്ങൾ എന്നെ ദൈവികമല്ലാത്ത ഒരു സമയത്ത് വിളിച്ചെഴുന്നേൽപ്പിച്ചു, പക്ഷെ ഇപ്പോഴ് ആ സമയം വളരെ ദൈവികമായിട്ടുള്ള സമയമാണ്. See, because that morning time, it's the time without distraction. കാരണം ആ രാവിലെ സമയം യാതൊരുവിധ ശല്യവുമില്ലാത്ത, നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്ന ഒന്നുമില്ലാത്ത ഒരു സമയമാണ്. It's like rising up with the creation. You'll hear, especially in Kerala, you'll hear all the birds singing, and you have also risen up, along with the birds, and you have. അതിരാവിലെ നാം എഴുന്നേൽക്കുമ്പോൾ
നമുക്ക് പ്രകൃതിയിൽ പക്ഷി എല്ലാ പക്ഷികളും എഴുന്നേറ്റ് അതിൻ്റെ ശബ്ദവും എല്ലാം കേൾക്കുവാൻ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ അത് നമുക്ക് ശ്രവിക്കാൻ കഴിയും. And there's nobody is going to, unless you're on duty, nobody is going to call you at 5 in the morning. നമ്മള് ജോലിയിലല്ലെങ്കിൽ ആരും രാവിലെ നമ്മളെ വിളിക്കാനൊന്നും പോകുന്നില്ല. Nobody will call you at 5 and say, "Eɗa, എന്തുവാ where are you? കാപ്പി കുടിക്കാൻ പോവാ." Nobody will tell that. രാവിലെ ആരും നമ്മളെ ആ സമയത്ത് വിളിച്ചിട്ട് നീ എവിടെയാ, കാപ്പി കുടിക്കാൻ പോവാണോ എന്നൊന്നും ചോദിക്കാറില്ല. It's a undistracted time. അത് യാതൊരുവിധ അലക്ഷ്യമായിട്ട് നമ്മളെ അലക്ഷ്യതയിലേക്ക് നടത്താത്ത ഒരു സമയമാണ്. So I'm always thankful to Ivy for changing that habit. അതിനാൽ ഞാൻ എപ്പോഴും ഐവിയോട് നന്ദിയുള്ള വ്യക്തിയാണ് എൻ്റെ സമയത്തെ മാറ്റി തന്നതിൽ. So even if you're a late person, if there's hope for me, if there was, that change happened for me, it can happen for you as well. നിങ്ങൾ വൈകി കിടക്കുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്കും ഒരു പ്രതീക്ഷയുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ അതിനെ മാറ്റാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കും അത് സാധ്യമാണ് എന്ന്. So find out when is the time that I have the least distraction. അതിനാൽ എനിക്ക് ഏറ്റവും ഇല്ലാത്ത സമയം ഏതാണ് എന്ന് കണ്ടുപിടിക്കുക. Even if if you're not able to get up in the morning, you need to find out when is it that I'm able to concentrate, when is it that I'm alert, and when is it that there's no distractions. രാവിലെ നിങ്ങൾക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിങ്ങൾക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്ന ഒരു ശല്യവുമില്ലാത്ത ആ സമയത്തെ കണ്ടെത്തുക. Okay, and the next thing is choose a good place. Have a designated place where you can engage with scripture. രണ്ടാമതായിട്ട് ഒരു നല്ല സ്ഥലം തിരഞ്ഞെടുക്കുക, തിരുവെഴുത്തുമായിട്ട് വേദപുസ്തകവുമായിട്ട് സമയം ചെലവഴിക്കാൻ. It's a place where you can that you can be relaxed, comfortable, and that this is a designated place. ഒരു സ്ഥലം നിങ്ങൾക്ക് സ്വസ്ഥമായിട്ടിരിക്കാനും നിങ്ങൾക്ക് അത് ആയാസമില്ലാതെ സമയം ചെലവഴിക്കാൻ പറ്റിയ ആ ഒരു സ്ഥലം. So don't get up in the morning and then say, "I'll have my quiet time," and lie down in the bed and on the bed lamp and try to take the time with Lord. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ പറയരുത്, കട്ടിലേക്ക് കിടന്നുകൊണ്ട് ലൈറ്റ് ഇട്ടിട്ട് ഞാൻ എൻ്റെ സമയം ദൈവമായിട്ട് അവിടെ ചെലവഴിക്കുമെന്ന്. Now you don't have to open your eyes also. There's audio Bible is there, no? ഇപ്പോഴാണെങ്കിൽ നമുക്ക് കണ്ണു പോലും തുറക്കണ്ട, ബൈബിള് നമുക്ക് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേൾക്കാൻ കഴിയും. So have a good place where you can sit upright, where you're alert, and where you can be focused. നല്ലൊരു സ്ഥലം തിരഞ്ഞെടുത്ത് നിങ്ങൾക്ക് നന്നായിട്ട് നേരെ ഇരിക്കാനും ഉണർവോടുകൂടി ആയിരിക്കാൻ പറ്റിയ ഒരു സ്ഥലം. Think about the place where you sit when you want to do some important undisturbed work. ഈ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നിങ്ങളെ യാതൊരു കാര്യവും അശ്രദ്ധയിലോട്ട് കൊണ്ടുപോകാതെ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ജോലി ചെയ്യുവാൻ വേണ്ടി തിരഞ്ഞെടുക്കാൻ ആ സ്ഥലത്തെക്കുറിച്ച്. Maybe for a student it would be maybe a library where he's studying, where the people don't come and shout and scream and call you, but where quietness is maintained. ഒരു വിദ്യാർത്ഥിക്ക് ചിലപ്പോഴത് ലൈബ്രറി റൂമായിരിക്കും. അവിടെ ആരും വന്ന് ശബ്ദം ഉണ്ടാകത്തില്ല, വളരെ നിശബ്ദതയോടുകൂടി ഇരുന്ന് അവനോട് ഇരുന്ന് പഠിക്കാം. There's some people who are very happy with busy, noisy places. ചില ആളുകൾ ശബ്ദ കോലാഹലങ്ങളുള്ള സ്ഥലം അവർക്ക് വളരെ ഇഷ്ടമാണ്. Maybe they've grown up in that Mumbai with all the horn and all that, so when it becomes quiet then suddenly they become very uncomfortable. ചിലപ്പോൾ അവര് മുംബൈ പോലുള്ള സ്ഥലത്ത് എപ്പോഴും ശബ്ദം മയമായ ആ സ്ഥലത്ത് ജനിച്ചു വളർന്നതുകൊണ്ട് അവര് ആ സ്വരവുമായിട്ട് ഇഴുകിച്ചേർന്നിരിക്കാൻ. So but you need to find out where are you comfortable, where you settled. എന്നാല് നിങ്ങൾക്ക് ഏറ്റവും ആസ്വാദ്യകരമായി സുഖകരമായി ഇരിക്കാൻ പറ്റിയ
ആ സ്ഥലം നിങ്ങൾ കണ്ടെത്തണം. Sometimes, if there is people talking noises, what you can do is there is even you get Christian instrumental music which you can put as background. ചില സമയത്ത് ആളുകളുടെ ശബ്ദം അന്തരീക്ഷത്തിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ക്രിസ്തീയമായിട്ടുള്ള പാട്ടുകളുടെ ഉപകരണങ്ങളുടെ പാട്ട് നിങ്ങൾക്ക് ഇടാം. Yeah, but it's always good to find as far as possible a place where you can call that is your space where you sit, you are alone, and then over a period of time people also know okay he's having his time with God. സാധ്യമാകുന്നിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്ഥലം നിങ്ങൾ നിശബ്ദമായിട്ട് നിങ്ങളുടെ ഏകാന്തതയിൽ ദൈവവുമായിട്ട് ചിലവഴിക്കുന്ന ആ സ്ഥലം കുറെ കഴിയുമ്പോൾ ആളുകൾ തന്നെ തിരിച്ചറിയും ഈ വ്യക്തി ഈ സമയം അവിടെ ദൈവമായിട്ട് ചെലവഴിക്കുകയാണ് എന്ന്. And again, in Kerala we are so blessed, we have so much beautiful nature around, and it helps when we are in the midst of creation to admire the creator. നമ്മൾ കേരളത്തിലുള്ളവര് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രകൃതി ഒരു ചുറ്റുപാടുകളുള്ള സ്ഥലത്താണ് നമ്മൾ വസിക്കുന്നത്. ആ പ്രകൃതിയെ നമുക്ക് അതുമായിട്ട് സമയം ചെലവഴിക്കാൻ. The third important thing is to remove all distractions. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എല്ലാ ശ്രദ്ധ തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളും എടുത്തു മാറ്റുക എന്നുള്ളതാണ്. In this age and time, this is probably one of the biggest challenge in our preparation. ഈ കാലഘട്ടത്തില് ഈ സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഇത് തന്നെയായിരിക്കും. Again, the experts are going back to this term. If sometime back this term came, multitasking. കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഈ ഒരു പദപ്രയോഗം കടന്നു വന്ന വിദഗ്ധന്മാരെ കൊണ്ടുവന്ന ഒരു പദപ്രയോഗമുണ്ട് പല കാര്യങ്ങൾ ചെയ്യുന്നതിനെ കുറിച്ച്. And when the mobile phone also started developing and the speed started improving, they said this phone is very good for multitasking. Means you can open this, then you go there, jump here. You can open 100 things and do all at the same time. മൊബൈല് കൊണ്ടുവന്നപ്പോൾ ആ മൊബൈൽ ഓരോ പ്രാവശ്യവും കൂടുതൽ അത് വൈവിധ്യമാർന്നപ്പോൾ ഈ മൊബൈൽ ഉപയോഗിച്ച് ഒരു പ്രോഗ്രാമിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോകാം, അതിൽ നിന്ന് തിരിച്ചു വരാം, അങ്ങനെ ഒന്നിൽ നിന്ന് പലതിലേക്ക് പോകാൻ പല കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യാൻ. And so now the thing is we are always multitasking. ഇപ്പോഴത്തെ വിഷയം എന്താ വെച്ചാൽ നമ്മൾ എപ്പോഴും പല കാര്യങ്ങളിൽ വ്യാപൃതരായിരിക്കുകയാണ്. So we are eating at the same time, we are talking to someone, we are reading something, we will be doing everything at the same time. നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ സംസാരിക്കും, വായിക്കും, അങ്ങനെ ഒരേ സമയത്ത് പല കാര്യങ്ങൾ ചെയ്യും. But what is shown is that this actually makes life more stressful and less productive. ഇത് വാസ്തവത്തിൽ കാണിക്കുന്നത് നമ്മുടെ ജീവിതം വളരെ കുറച്ച് ഫലവത്താകുകയും അത് നമ്മളെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്യുന്നു. And as a result, we are not able to concentrate like we used to before. അതിന്റെ ഫലമായിട്ട് നമ്മൾ മുന്നമേ ചെയ്തിരുന്നത് പോലെ ഇപ്പോഴും നമുക്ക് ഏകാഗ്രത കുറഞ്ഞു വരികയാണ്. Yeah, because of multitasking, if you compare yourself to 15 years back, ഇങ്ങനെ അനേക കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളെ തന്നെ ഒരു 15 വർഷം മുൻപത്തെ സമയവുമായിട്ടൊന്ന് താരതമ്യം ചെയ്ത് നോക്കുക. 15 years back, if you are seeing, you can watch maybe one message, if it is 1.5 hours also, you will listen. 15 വർഷം മുമ്പ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സന്ദേശം അത് 1.5 മണിക്കൂറാണെങ്കിലും നമ്മളത് കേൾക്കുമായിരുന്നു. Today in YouTube, if you see 1.5 hours video, no. You will not swipe it up. ഇന്ന് യൂട്യൂബില് അങ്ങനെ 1.5 മണിക്കൂറിന്റെ ഒരു സന്ദേശം കേൾക്കുകയാണ്, അന്നേരം നമ്മള് ഇത്രയൊന്നുമില്ല, അത് അന്നേരം മാറ്റിക്കളയും.
So we are not able to focus, have that focus time. അതിനാൽ നമുക്ക് ഇന്ന് ആ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഏകാഗ്രമായിട്ടുള്ള ആ സമയം സാധ്യമാകാതെ But പോകുന്നു. we need to, we can develop it back again if we are willing to take away all these, put away things which are not necessary. ഈ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് തിരികെ എടുക്കാൻ പറ്റും. നമ്മളെ അശ്രദ്ധയിലേക്ക് കൊണ്ടുപോകുന്ന ഈ കാര്യങ്ങളെയെല്ലാം നമുക്ക് മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ. Of course, my area, my distraction might be different from your distractions. തീർച്ചയായിട്ടും നിങ്ങളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങളായിരിക്കത്തില്ല എന്നെ അലോസരപ്പെടുത്തുന്നത്. So you need to, as it says in James, if we have trials of different kinds, if any of you lack wisdom, ask of God. So in your trials of distractions, you come before God and ask him, what are the things that are distracting you and how should I take steps to remove these distractions? യാക്കോബിന്റെ പുസ്തകത്തിൽ പറയും പോലെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള പരീക്ഷകളുണ്ട്. ജ്ഞാനം കുറവുള്ളവന് ദൈവത്തോട് ചോദിക്കട്ടെ, ദൈവത്തോട് ചോദിച്ച് നമ്മുടെ ആ പരീക്ഷകള് നമ്മൾ കണ്ടെത്തട്ടെ എന്ന്. Yeah. And so one thing is, just as I was saying, especially from the phone point of view, turn off notifications. പ്രത്യേകിച്ചും മൊബൈൽ ഫോണിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വരുന്ന ആ സന്ദേശങ്ങൾ ഉള്ള ആ ഒരു ശബ്ദം, ടിക് എന്നുള്ള ആ ശബ്ദം, അത് ഓഫ് ചെയ്യുക. The other thing is, we have a lot of internal distractions that come up. മറ്റൊരു കാര്യം, നമ്മുടെ അന്തരംഗത്തില് ഒരുപാട് ശബ്ദങ്ങൾ അല്ലെ ഒരുപാട് നമ്മളെ അലോസരപ്പെടുത്തുന്ന കാര്യങ്ങൾ വരും. When you're sitting to read the word of God, suddenly, the phone bill, I didn't pay the phone bill. നമ്മള് ദൈവവചനം ധ്യാനിക്കാനിരിക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരും, അയ്യോ ഇന്ന് ഞാൻ ഫോൺ ബിൽ അടച്ചില്ല. Or today what will I make for breakfast? അല്ലെങ്കിൽ ഇന്ന് രാവിലത്തെ പ്രഭാത ഭക്ഷണത്തിന് വേണ്ടി എന്ത് ഉണ്ടാക്കും? Oh, I have to book the ticket. എനിക്ക് ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ട്. So what you need is, have a list, you write down all those lists so that later, okay, I will do it later, and so that it's out of your mind for them. അതിനാൽ നിങ്ങൾക്ക് ചെയ്യുവാനുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ട് അത് എല്ലാം പിന്നീട് ചെയ്യാൻ വേണ്ടി മാറ്റിവെക്കുക. അതുവഴി നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന കാര്യങ്ങളെല്ലാം മാറ്റിവെക്കാൻ പറ്റും. Then the other thing is a list of things bothering you. This person was bothering me, or that person said this. So you submit all that to the Lord. Lord, I'm submitting this. Lord, you take care. I want to listen to you. And so you pray and submit that to God. മറ്റൊരു കാര്യം, നമ്മളെ ശല്യപ്പെടുത്തുന്നതായിട്ടുള്ള കാര്യങ്ങള്, കർത്താവെ ഈ വ്യക്തി എന്നെ ഇങ്ങനെ പലപ്പോഴും ശല്യപ്പെടുത്തുന്നു, അല്ലെ ഈ കാര്യങ്ങള്, അങ്ങനെ ശല്യം ആയി വരുന്ന എല്ലാ കാര്യങ്ങളും കർത്താവിന് സമർപ്പിച്ച് അല്ലെ കർത്താവിന്റെ കരങ്ങളിൽ വെച്ചു ഏൽപ്പിക്കുക. Especially early on, when we are trying to quieten our minds, we have never been doing it. The first time you are doing it, it can be difficult. പ്രത്യേകിച്ചും ആരംഭത്തില് നമ്മളിത് മുന്നമേ ചെയ്യാത്തത് കൊണ്ട് അല്ലെ ചെയ്യുന്നില്ലായിരുന്നുവെങ്കിൽ വളരെ പ്രയാസമായിരിക്കും നമ്മുടെ മനസ്സിനെ ഒരു നിശബ്ദതയിലേക്ക് കൊണ്ടുവരുവാൻ. It's like, a man, he's living in the house, door, window, everything is open, people are coming and going, he has no problem. And then that man decides, no, I'm going to close everything so that I can have a distraction-free time. ഇതിങ്ങനെയാണ് ഒരു മനുഷ്യന് തൻ്റെ വീടിന്റെ എല്ലാ വാതായനങ്ങളും തുറന്നിട്ടിട്ട് ആളുകൾ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നു. പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമെടുക്കുകയാണ്, ഇതെല്ലാം അടച്ചിട്ട് ഇനി വാതിലുകളും എല്ലാം അടച്ച് പുള്ളിയുടേതായ നിശബ്ദ സമയത്തിന് വേണ്ടി. So initially what will happen, those people, they were coming, suddenly it's closed. So they'll start banging, open everywhere, there'll be noises, open. ആരംഭത്തില് എന്നാ സംഭവിക്കാൻ, ഇവിടെ കയറി ഇറങ്ങിക്കൊണ്ടിരുന്ന എല്ലാ വ്യക്തികളും വന്നിട്ട് വാതിലെ മുട്ടാനും ശബ്ദം ഉണ്ടാക്കാനും വിളിക്കാനും ഒക്കെ തുടങ്ങും. മൊത്തം ശബ്ദമോഹരിതമായിരിക്കും. So initially for us also, when we are starting, till now you were letting everything in, multitasking, distraction, everything. Initially when you suddenly stop, there might be this sounds and knocking which will happen. അതുപോലെ തന്നെ നമ്മളും പ്രാരംഭമായിട്ട് ചെയ്യുമ്പോൾ ഇതുവരെയും നമ്മൾ അനേക കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക്
അനുവദിക്കുകയൊക്കെ ചെയ്തതുകൊണ്ട് തുടക്കത്തില് ഇങ്ങനെയുള്ള ശബ്ദങ്ങളും ശല്യങ്ങളും ഒക്കെ കടന്നു വരാം. But I want you encourage you to persist in it. Even if first few times you might fail, to continue on and to persist. And slowly this knocking and everything will come down. പ്രാരംഭമായിട്ട് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. പ്രാരംഭമായിട്ട് ഇങ്ങനെയുള്ള ശ്രദ്ധ തിരിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ, വാതിലിൽ മുട്ടുകയും ശബ്ദവും ഇതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾ ചെയ്യുന്ന ആ കാര്യത്തിൽ നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പിന്നീട് ഈ ശബ്ദങ്ങളൊക്കെ അപ്രത്യക്ഷമാകും. Finally, we need to quieten ourselves in God's presence. അവസാനമായിട്ട് നാം നമ്മെ തന്നെ ശാന്തമാക്കണം ദൈവത്തിന്റെ സന്നിധിയിൽ. Become focused on you being in God's presence. നമ്മള് ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നുള്ള, ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാണ് എന്നുള്ള ആ കാര്യത്തിലേക്ക് ശ്രദ്ധ തിരിക്കണം. When you quieten down, you can focus on your own breathing, and that you have let out every distraction, and then you can be like, say those verses that be still and know that I am God. It's being still in God's presence. ആരംഭത്തില് നമ്മൾക്ക് നമ്മുടെ തന്നെ ആ ശ്വാസോച്ഛ്വാസത്തില് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നമ്മളെ ശല്യപ്പെടുത്തുന്നതായിട്ടുള്ള, നമ്മുടെ ശ്രദ്ധ തിരിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നിശ്വസിച്ച് കളഞ്ഞ് നമ്മെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമാണ് എന്നറിയുക എന്നുള്ള വചനം ഉരുവിടുക. And maybe you can sing a song, a simple song of praise or a psalms of praise. അല്ലെങ്കിൽ ഒരു ചെറിയ ലളിതമായിട്ടൊരു പാട്ടോ സങ്കീർത്തനമോ സ്തുതിപ്പിന്റെ ഗാനങ്ങളോ ഒക്കെ പാടാൻ കഴിയും. Basically what we're doing is we're taking not just emptying ourselves, but we are putting the focus back on God. അടിസ്ഥാനപരമായിട്ട് നാം നമ്മളെ തന്നെ ശൂന്യമാക്കുകയല്ല, നമ്മളുടെ ശ്രദ്ധ ദൈവത്തിൽ വെക്കുകയാണ്. And through it, when we're in God's presence, we're asking him to examine us and search us and see if there's anything wrong in us, so that we can confess it. അതിനാല് പ്രാർത്ഥനയിൽ നാം അടിസ്ഥാനപരമായിട്ടും ദൈവത്തോട് പറയുകയാണ്, എന്നെ തന്നെ ശോധന ചെയ്യണമേ എന്ന്. ദൈവത്തോട് നമ്മെ ശോധന ചെയ്യുവാനും നമ്മളെ തെറ്റായിട്ടുള്ള ഉദ്ദേശങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കുവാൻ. Then finally we pray just before we are taking the word, as Samuel says, speak, for your servant is listening. ദൈവത്തിന്റെ വചനം എടുക്കുന്നതിന് മുൻപായിട്ട് അവസാനമായി ശൗമേൽ ബാലൻ പറഞ്ഞതുപോലെ ദൈവമേ യഹോവേ സംസാരിക്കണമെന്ന്, ദാസൻ ശ്രവിക്കുന്നുവെന്ന്. Lord, teach me, and you're asking the Holy Spirit to illuminate the passage for you. കർത്താവിനോട് പഠിപ്പിക്കുവാൻ നമ്മൾ ആവശ്യപ്പെടുന്നു. ദൈവത്തോട്, പരിശുദ്ധാത്മാവിനോട് ആ വചനം പ്രകാശിപ്പിക്കുവാനും. And also to commit to God that with his strength you're going to obey what you're reading. ദൈവത്തോട് നമ്മെ ശക്തിപ്പെടുത്തുവാൻ ചോദിക്കുകയാണ്, നാം വായിക്കുന്ന ഈ വചനം അനുസരിക്കുവാൻ വേണ്ടി. Then now you're ready to receive God's word. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനം സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറായിരിക്കും. So just I'm stopping here just to reflect personally, each of us, how is our time with God's word been lately? നമ്മളുടെ ഈ ഒരു സെഷൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വ്യക്തിപരമായിട്ട് എങ്ങനെയാണ് നമ്മൾ ദൈവവുമായിട്ട് സമയം ഈ നാളുകളിൽ, ഈ അടുത്ത നാളുകളിൽ ചെലവഴിച്ചിരുന്നത്? Has it just been a routine? അതൊരു ശീലമായിട്ട് മാത്രമായിരുന്നു? Are we realizing that to be with the word of God is to be with God himself? ഈ ഒരു കാര്യം നാം തിരിച്ചറിയുന്നുണ്ടോ? ദൈവവചനവുമായിട്ട് ആയിരിക്കുന്ന ആ സമയം ദൈവവുമായിട്ടാണ് നാം ചെലവഴിക്കുന്നതെന്ന്. Do we have a time and a place that we have set apart to meet with God? നമുക്ക് ദൈവവുമായിട്ട് ചെലവഴിക്കുവാൻ, കണ്ടുമുട്ടുവാൻ ഒരു സമയവും സ്ഥലവും നാം അതിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ടോ? The important thing is, what are the steps that we will do this coming week so that we can have a meaningful time of scriptural engagement with God? പ്രധാനമായിട്ടും ഈ വരുന്ന ഒരാഴ്ച കാലം ഏതൊക്കെ
പദ്ധതികൾ, ഏതൊക്കെ രീതിയിലായിരിക്കും ഞാൻ ദൈവവുമായിട്ട് കണ്ടുമുട്ടുവാന് അർത്ഥവത്തായിട്ട് ദൈവവചനവുമായി സമയം ചെലവഴിക്കുന്നു. So maybe this week, what we can do is, at least get our, this preparation. Let us focus on our preparation and every day to have a prepared time and then see the difference that it does when we spend time with God. ഏറ്റവും കുറഞ്ഞത് ഈ ഒരാഴ്ചക്കാലം നമ്മൾ ഈ ദൈവവുമായിട്ട് ചെലവഴിക്കുവാനുള്ള ആ സമയം, അതിനു വേണ്ടിയുള്ള ഒരുക്കം, ആ ഈ ഒരുക്കത്തിലൂടെ എങ്ങനെയാണ് നമുക്ക് മാറ്റം വരാൻ, അതിന്റെ ഫലം ഒന്ന് നോക്കാം. May His name be praised. അവന്റെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നന്ദിയോടും സ്തോത്രത്തോടും കൂടെ ഞങ്ങൾ അവിടുത്തെ മുൻപാകെ ആയിരിക്കുന്നു. കർത്താവെ, അവിടുന്ന് ഇന്ന് തന്ന വചനത്തിനായിട്ട്, ഈ സമയത്തിനായിട്ട് ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. കർത്താവെ, അവിടുത്തെ ദാസനിലൂടെ ഞങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഞങ്ങൾ ഫലവത്തായിട്ടുള്ള സമയം അവിടുത്തെ സന്നിധിയിൽ ചിലവഴിക്കേണ്ടത്, അങ്ങുമായിട്ടുള്ള ബന്ധം എങ്ങനെ പണിതുയർത്തണം, അതിനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ, ഞങ്ങളുടെ ശ്രദ്ധയെ അങ്ങിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നീക്കിക്കളയേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് കർത്താവെ